നമസ്കാരം. തേജസ് ഫെങ്ഷി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും എന്നുള്ള പരിപാടി നമ്മൾ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനകത്ത് ചെറിയൊരു സാങ്കേതിക ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അത് നമ്മൾ മൈ തേജസ് ഇൻഫോ എന്ന് പറയുന്ന ഞങ്ങളുടെ തന്നെ മറ്റൊരു ചാനലിലേക്ക് അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ആൾക്കാർക്ക് പൊതുവേ ഒരു അഭിപ്രായം, അവരുടെ എല്ലാവരുടെയും ആഗ്രഹത്തോടു കൂടി വീണ്ടും ഞങ്ങൾ മൈ തേജസ് ഇൻഫോയിൽ തന്നെ ഈ ഒരു നിങ്ങളുടെ നാളെയും മറ്റന്നാളെന്ന് പറഞ്ഞൊരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ ഈ ആഴ്ച എന്നുള്ള രീതിയിൽ, അതായത് ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള ഓരോ ദിവസത്തെയും പ്രത്യേകതകൾ. അപ്പോൾ ഏകദേശം ഒരാഴ്ചത്തേക്കുള്ള ഒരുമിച്ച്, അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് ഇതുണ്ട്, നിങ്ങൾക്കത് കാണുവാനും പറ്റും. അപ്പോൾ ആ ഒരു രീതി അനുസരിച്ച് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. എല്ലാവരും സഹകരിക്കണം. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുകയോ എന്നെ വിളിക്കുകയോ എന്ത് വേണോ ആ രീതിയിൽ അനുസരിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്കൊരു നിങ്ങളൊരു പ്രോത്സാഹനമാണ് അതിനുള്ളൊരു പ്രചോദനം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തൊരു ചെയ്യാനുണ്ട്. ഇപ്പം ഞാൻ മെയിനായിട്ട് ചൈനീസ് വാസ്തു ഫെങ്ഷുയാണ് നോക്കുന്നത്. അപ്പോൾ നാളെ 26-ാം തീയതി ലൂണാർ കലണ്ടർ അനുസരിച്ച് ന്യൂ ഇയർ ആണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നാളെ തന്നെ ഈ രണ്ടും കൂടെ, അതായത് നമ്മൾ ഈ ന്യൂ ഇയറിന്, അതായത് 2020 ജനുവരി 26 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പുതിയ വർഷത്തേക്ക് നമ്മുടെ ഒരു വീടിൻ്റെ ഏതൊക്കെ ദിശകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം, നമുക്ക് ഏതൊക്കെ റൂമുകളിൽ എന്തൊക്കെ മാറ്റം വരുത്തണം എന്നതിനെക്കുറിച്ച് ഒരു വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും നിങ്ങളിന്ന് കാണണം. അതിലൊത്തിരി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം. ഏതായാലും നല്ല നമ്മുടെ വരുന്ന ആഴ്ച, നിങ്ങളുടെ ഈ ആഴ്ച എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ അത് ഒന്നാമത് നാളത്തെ ദിവസമാണ് വരുന്നത്. നാളെ ഞായറാഴ്ച. നാളെ എന്ന് പറയുമ്പോൾ ഇത് നാളെ രാവിലെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് രാത്രിയായി. അപ്പോൾ നാളെ രാവിലെ നമ്മുടെ ഇന്നത്തെ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇന്ന് 2020 ജനുവരി 26-ാം തീയതി 1195 മകരമാസം 12-ാം തീയതി ഞായറാഴ്ചയാണ്. അവിട്ടം നക്ഷത്രമാണ്. 1195 മകരമാസം 12-ാം തീയതി അവിട്ടം നക്ഷത്രമാണ്. ഞായറാഴ്ചയും കൂടിയാണ്. ഏതായിരുന്നാലും ഇന്നത്തെ സൂര്യ ഉദയം നമുക്ക് നോക്കാം. 6:45 രാവിലെ 6:45 സൂര്യ ഉദയമാണ്. വൈകുന്നേരം 6:22 സൂര്യാസ്തമയമാണ്. അപ്പോൾ രാഹുകാലം, ഞായറാഴ്ചത്തെ രാഹുകാലം നമുക്ക് നോക്കാം. വൈകുന്നേരമാണ് രാഹുകാലം വരുന്നത്. 4:54 മുതൽ 6:21 വരെയാണ് രാഹുകാലം വരുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, രാഹുദോഷമുള്ളവർക്കൊക്കെ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ക്ഷേത്രത്തിൽ ചെന്ന് നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്കൊക്കെ കത്തിക്കുമ്പോൾ രാഹുദോഷത്തിനൊക്കെ കുറേ ഒരു ചേഞ്ച് ഉണ്ടാവും. വിവാഹമൊക്കെ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹം നടക്കുവാനുള്ള ചാൻസൊക്കെ കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ദിവസമാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും. കാരണം രാഹുകാലം എപ്പോഴും വരുന്ന ക്ഷേത്രത്തിൽ നട തുറന്നിരിക്കുന്ന ഈ 2 ദിവസങ്ങളിലേ വരുള്ളൂ. കാരണം ഞായറാഴ്ച വൈകുന്നേരം, തിങ്കളാഴ്ച രാവിലെ രാഹുകാല സമയം ക്ഷേത്രം നട തുറന്നിരിക്കും. അപ്പോൾ ഈ 2 രാഹുകാല സമയത്ത് മാത്രമേ നമുക്ക് നാരങ്ങ വിളക്കൊക്കെ ക്ഷേത്രത്തിൽ കത്തിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് അതിന് രാഹു ദോഷം പരിഹരിക്കുവാൻ വേണ്ടി നമുക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗുളിക ഉദയം എത്ര മണിക്കാണ് നോക്കാം. രാവിലെ 6:45 ഗുളിക ഉദയം 8:12 വരെയാണ് ഗുളിക ഉദയാസ്തമയം. അതായത് സൂര്യ ഉദയത്തിനോടുകൂടി ഗുളികന് ഉദയിക്കുന്നുണ്ട് ഞായറാഴ്ച ദിവസം, അതായത് ഇന്നത്തെ ദിവസം. അപ്പോൾ അഭിജിത് മുഹൂർത്തം 12:10 12:31 ഇടയ്ക്കാണ് ഞായറാഴ്ചത്തെ അഭിജിത് മുഹൂർത്തം. മുഹൂർത്തം വരുന്നത് 12:35 12:56 ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഈ മുഹൂർത്തം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഞായറാഴ്ച ഇന്നത്തെ ദിവസം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, നല്ല കാര്യങ്ങൾ ചെയ്യാം എന്നതിനകത്ത് നമുക്ക് നോക്കാം. അവിട്ട നക്ഷത്രമാണ്. കുഴപ്പമില്ല. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നന്നല്ല എന്ന് പറയുന്നുണ്ട്. അതിനെ പ്രത്യേകിച്ച് പറയുന്നുണ്ട്, എല്ലാ ശുഭകർമ്മങ്ങൾക്കും നന്നല്ല. എന്നാലും വാസ്തുകർമ്മങ്ങളും പ്രതിഷ്ഠ ഇവയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ദിവസമാണ്. വിവാഹം ഇതിനൊക്കെ കൊള്ളാൻ പറ്റിയ ഒരു ദിവസമാണ്. സർക്കാർ കാര്യങ്ങൾ ആരംഭിക്കുവാൻ, അതായത് പുതിയ ബിസിനസ് എന്തെങ്കിലുമൊക്കെ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആരംഭിക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ്. പൊതുവേ നമ്മുടെ വസ്തുവൊക്കെ വാങ്ങിക്കുവാനും വീടൊന്ന് മാറുവാൻ പറ്റിയ ഒരു ദിവസമല്ല. പുതിയ വിഗ്രഹ പ്രവേശനത്തിനൊന്നും പറ്റിയൊരു ദിവസമല്ല ഞായറാഴ്ച ദിവസം, പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം. അത് കുറച്ച് ഈ അവിട്ട നക്ഷത്രമാണ്. ഊൺനാളാണെന്നെങ്കിലും നമുക്ക് അതൊന്നും പാടില്ല. പിന്നെ ഗ്രഹോദ്യാന നിർമ്മാണം എന്നൊക്കെ പറയുക, പൂന്തോട്ടം ഉണ്ടാക്കുക, കൃഷിത്തോട്ടം ഉണ്ടാക്കുക, ഇതിനൊക്കെ പറ്റിയൊരു ദിവസമാണ് നമുക്ക് ഞായറാഴ്ച ദിവസം, ഇന്നത്തെ ദിവസം. അപ്പോൾ
അതേപോലെ തന്നെ നമുക്ക് അതിനകത്ത് മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്നും കൂടെ നമുക്ക് നോക്കാം. സാധാരണ മൃത്യുദോഷങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, 5 ടൈപ്പ് മൃത്യുദോഷങ്ങളുണ്ട്. പിണ്ടതോൾ ദോഷം, വസുപഞ്ചദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകൽനാൾ ദോഷം. ഈ 5 ദോഷങ്ങളിൽ അകൽനാൾ ദോഷമുണ്ട്, അതേപോലെ തന്നെ വസുപഞ്ച ദോഷമുണ്ട്. ഇന്ന് ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് ഈ 2 ദോഷങ്ങളും ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് വസുപഞ്ചക ദോഷമുണ്ട്, അതേപോലെ തന്നെ അകന്നാൾ ദോഷമുണ്ട്. എപ്പോഴും നമ്മൾ പിതൃദോഷം നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണം. കാരണം ഒത്തിരി വീടുകളിൽ ഞങ്ങൾ നോക്കുമ്പോൾ എനിക്കുണ്ടാകുന്ന അനുഭവത്തിൻ്റെ വെളിച്ചത്താണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ മൈൻഡ് ചെയ്യാതെ പോകുന്നതൊക്കെ നമുക്ക് ഭാവിയിലൊക്കെ ഒത്തിരി കുട്ടികളെ പിറക്കും തലമുറകളെ ബുദ്ധിമുട്ടിപ്പിച്ചു കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. അതിൻ്റെ ദോഷങ്ങൾ നമുക്കുണ്ടാവുന്നത് നമ്മൾ ശ്രദ്ധിക്കാതെ കണ്ടുപോകുന്നതായിട്ടുള്ള കുറേ വിഷയങ്ങളുണ്ട്. അപ്പം അതും നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഏതായിരുന്നാലും നമുക്ക് അടുത്ത തിങ്കളാഴ്ചത്തെ ദിവസം നമുക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. തിങ്കളാഴ്ചത്തെ ദിവസം എന്ന് പറയുമ്പോൾ 2020 ജനുവരി മാസം 27-ാം തീയതി 1195 മകരം 13-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. ചതയം നക്ഷത്രമാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസം തിങ്കളാഴ്ച ഈ വരുന്ന തിങ്കളാഴ്ചത്തെ ഇതാണ് ഞാൻ പറയുന്നത്, 27-ാം തീയതി തിങ്കളാഴ്ച. അപ്പോൾ തിങ്കളാഴ്ചത്തെ സൂര്യ ഉദയം നമുക്ക് നോക്കാം. രാവിലെ 6:46-നാണ് സൂര്യ ഉദയം, വൈകുന്നേരം 6:23-ന് സൂര്യാസ്തമയമാണ്. അതേപോലെ തന്നെ ഗുളികൻ അഭിജിത്ത് മുഹൂർത്തം നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പ് രാഹുകാലം നമുക്ക് നോക്കാം. രാഹുകാലം എന്ന് പറയുമ്പോൾ രാവിലെ 8:13-നും 9:40-നും ഇടയ്ക്കാണ് രാഹുകാലം. തിങ്കളാഴ്ചത്തെ രാഹുകാലം രാവിലെ 8:13-നും 9:40-നും ഇടയ്ക്ക്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഹു ദോഷമുള്ളവർക്ക് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നാഗർപ്രതിഷ്ഠയുള്ള ക്ഷേത്ര ദർശനം നടത്തിയിട്ട് അവിടെ നാഗർക്ക് നാരങ്ങ വിളക്ക് യഥാവിധിയുള്ള പൂജകളും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ വിവാഹ തടസ്സമൊക്കെ ഉള്ളവർക്ക് അത് മാറി വിവാഹമൊക്കെ നടക്കുന്ന ഒരു അവസ്ഥയുണ്ടായി കിട്ടും. ഏതായിരുന്നാലും ഞായറാഴ്ചത്തെ ഗുളികൻ ഉദയം നമുക്ക് നോക്കാം. ഉച്ചയ്ക്കാണ് 2:01 മുതൽ 3:28 വരെയാണ് ഗുളികൻ ഉദയം അസ്തമയം വരുന്നത്. അഭിജിത്ത് മുഹൂർത്തം 12:11-നും 12:32-നും ഇടയ്ക്കാണ് തിങ്കളാഴ്ച ദിവസം അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:36-നും 12:57-നും ഇടയ്ക്കാണ് തിങ്കളാഴ്ച ദിവസത്തെ മുഹൂർത്തം വരുന്നത്. ഏതായിരുന്നാലും നമുക്ക് അന്നത്തെ ദിവസത്തെ ഫലം നോക്കാം. ചതയം നക്ഷത്രമാണ്, ഓൾനാളാണ്. അപ്പോൾ എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. ഞായറാഴ്ച ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതല്ല. തിങ്കളാഴ്ച ദിവസം എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് കിരീടധാരണം. അതായത് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങളൊക്കെ നമ്മൾ ഏറ്റെടുക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ്. ഇപ്പോൾ ഒരു കമ്മിറ്റിയുടെ പ്രസിഡൻറ്റോ സെക്രട്ടറിയോ ഒക്കെ ഉള്ള ചുമതലകൾ ഏറ്റെടുക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. പിന്നെ വാസ്തുകർമ്മങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ്. ചോറൂണിന് പറ്റിയൊരു ദിവസമാണ് തിങ്കളാഴ്ച. കുട്ടികൾക്കൊക്കെ ചോറൂണൊക്കെ ആദ്യമായിട്ടൊക്കെ ചോറൂണ് കൊടുക്കുമ്പോൾ അതിന് പറ്റിയൊരു ദിവസമാണ്. പിന്നെ സംഗീതം പഠിക്കുവാൻ താല്പര്യമുള്ളവർക്ക് അത് ആരംഭിക്കുവാൻ പറ്റിയൊരു ദിവസമാണ് തിങ്കളാഴ്ചത്തെ ദിവസം. അതേപോലെ തന്നെ ശില്പകർമ്മങ്ങൾക്കും സർക്കാർ കാര്യാരംഭം ഞാൻ പറഞ്ഞു, ഞായറാഴ്ചയും സർക്കാർ കാര്യാരംഭത്തിന് കൊള്ളാം, തിങ്കളാഴ്ചയും സർക്കാർ കാര്യാരംഭത്തിന് കൊള്ളാം. പിന്നെ വിവാഹം, വാസ്തുകർമ്മങ്ങൾ, ഇതൊക്കെ പ്രതിഷ്ഠയ്ക്കൊക്കെ പറ്റിയ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. ഗൃഹസംബന്ധമായിട്ടുള്ള, അതായത് വീട് നമുക്ക് ഒരു പുതിയ വീട്ടിലോട്ട് താമസം മാറുവാനും അല്ലെങ്കിൽ പുതിയ വീട് വാങ്ങിക്കുവാൻ അഡ്വാൻസ് കൊടുക്കുവാനും പുതിയ വസ്തു വാങ്ങിക്കാൻ അഡ്വാൻസ് കൊടുക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് തിങ്കളാഴ്ച ദിവസം. അത് ഏറ്റവും നല്ല ഒരു ദിവസമായിട്ടാണ് അന്ന് കാണുന്നത്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസമായിട്ടാണ് തിങ്കളാഴ്ച ദിവസം ഉണ്ടെന്നത്. നമുക്ക് അന്നത്തെ തിങ്കളാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പിണ്ടതൂൾ ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, പെരുനക്ഷത്ര ദോഷം, അകന്നാൾ ദോഷം എന്നീ ദോഷങ്ങളിൽ 5 പിതൃദോഷങ്ങളിൽ അകന്നാൾ ദോഷം ഉണ്ട്. അപ്പം അത് ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോകുക. തിങ്കളാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട്. അപ്പം അത് ഒരു രൂക്ഷമായിട്ടുള്ള ദോഷമാണ്. നേരത്തെ പറഞ്ഞു, ആ ഒരു ദോഷം നമുക്കൊന്ന് മാറ്റിയെടുക്കേണ്ടതായിട്ട് അത്യാവശ്യമായിട്ടുണ്ട്. അടുത്ത നമുക്ക് നോക്കാം ചൊവ്വാഴ്ചത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ചൊവ്വാഴ്ച എന്ന് പറയുമ്പോൾ 2020 ജനുവരി മാസം 28-ാം തീയതി 1195 മകരമാസം 14-ാം തീയതി ചൊവ്വാഴ്ചയാണ്. ചതയം നക്ഷത്രമാണ്. ഇപ്പോൾ 2 ദിവസം ചതയം വന്നു. അതൊന്ന് നോക്കട്ടെ. ചതയത്തിനൊരു ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. 27 അതിനകത്തൊരു ചെറിയൊരു 2 ദിവസം ചതയം. ഇതിൽ ആദ്യം കുറച്ചേ ഉള്ളൂ. അതുകൊണ്ട് അതും നമുക്ക് നോക്കാം. അത് കുറച്ചേ വരുന്നുള്ളൂ, ചതയം നക്ഷത്രം കുറച്ചേ വരുന്നുള്ളൂ. അപ്പം അത് പ്രോബ്ലം ഇല്ല. നമുക്ക് 28-ാം തീയതി, അതേപോലെ നമുക്ക് 28-ാം തീയതി നമുക്ക് ദിവസത്തെ നമുക്ക് നോക്കാം. 28-ാം തീയതി സൂര്യ ഉദയം എന്ന് പറയുന്നത്
28-ാം തീയതി ചൊവ്വാഴ്ച ദിവസം. ചൊവ്വാഴ്ചത്തെ ചെറിയൊരു ലാഗിങ് കൊണ്ട് ഇത്രയും ദിവസത്തെ ഒരുമിച്ച് നോക്കുമ്പോഴേ ചെറിയൊരു വ്യത്യാസമുണ്ട്, ക്ഷമിക്കണം. സൂര്യോദയം എന്ന് പറയുന്നത് രാവിലെ 6:46 സൂര്യോദയം. അതേപോലെ സൂര്യാസ്തമയം വൈകുന്നേരം 6:23 ചെറിയൊരു ലാഗിങ് വന്നു, അതിന് ക്ഷമിക്കുക. അതായത് ചൊവ്വാഴ്ച ദിവസമാണ്. ദേവീ ക്ഷേത്ര ദർശനത്തിനൊക്കെ ഏറ്റവും നല്ലൊരു ദിവസമാണ്. അപ്പോൾ നമുക്ക് രാഹുകാലം എത്ര മണിക്കാണെന്ന് നോക്കാം. ചൊവ്വാഴ്ചത്തെ രാഹുകാലം വൈകുന്നേരമാണ്. 3:28-നും 4:55-നും ഇടയ്ക്കാണ് രാഹുകാലം വരുന്നത്. അതേപോലെ തന്നെ ഗുളികൻ ഉദയം എന്ന് പറയുന്നത് 12:34-നും 2:01-നും ഇടയ്ക്കാണ് ഗുളികൻ ഉദയം വരുന്നത്. 12:34-നും 2:01-നും ഇടയ്ക്ക് ഗുളികൻ വരുന്നുണ്ട്. അപ്പം മുഹൂർത്ത സമയത്തും ഗുളികൻ ഉദയാസ്തമയം വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ശുഭകർമ്മങ്ങൾ ചെയ്യുവാൻ നോക്കുമ്പോൾ ആ ഒരു മുഹൂർത്ത സമയം ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യുവാൻ. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:11-നും 12:32-നും ഇടയ്ക്കാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. അതേപോലെ തന്നെ മുഹൂർത്തം വരുന്നത് 12:36-നും 12:57-നും ഇടയ്ക്ക്. അപ്പം ഗുളികൻ സമയത്താണ് മുഹൂർത്തം വരുന്നത്. 12:36-നും 12:57-നും ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത് ചൊവ്വാഴ്ച ദിവസം. അപ്പോൾ ചൊവ്വാഴ്ച എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ തിങ്കളാഴ്ച ചെയ്യാൻ പറ്റുന്നത് പോലെ കുട്ടികൾക്ക് ചോറൂണിനൊക്കെ പറ്റിയൊരു ദിവസമാണ്. സംഗീത വിദ്യാരംഭം, അതായത് വിവാഹം കാര്യങ്ങൾക്കൊക്കെ പറ്റുന്നതിന് പുറമേ എന്തെങ്കിലും കൃഷികളൊക്കെ ആരംഭിക്കുവാനും ഗൃഹനിർമ്മാണത്തിനുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയ ആ ഒരു ദിവസം കൂടിയാണ്. നമുക്ക് ഭൂമിയൊക്കെ നന്നാക്കിയെടുക്കുവാൻ പറ്റിയ ഒരു ദിവസം കൂടിയാണ്. പിന്നെ ജലവാഹനങ്ങൾ, അതായത് ബോട്ട് കാര്യങ്ങൾ, ഇതിലൊക്കെ സഞ്ചരിക്കുവാൻ അതിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കൊക്കെ നല്ല ഒരു ദിവസമാണ്. വാസ്തുകർമ്മത്തിനൊക്കെ നല്ലൊരു ദിവസമാണ്. എന്നാലും ഒരു കുഴപ്പമില്ല. എന്നാലും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നന്നല്ല എന്ന് പ്രത്യേകിച്ചും പറയുന്നുണ്ട് ചൊവ്വാഴ്ച ദിവസം. വിവാഹത്തിനൊക്കെ കൊള്ളാം, പക്ഷേ എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതെന്ന് വെച്ചാൽ ഗൃഹപ്രവേശത്തിന് മോശമായിട്ടുള്ള ദിവസമാണ്. വസ്തുവിനൊക്കെ അഡ്വാൻസ് കൊടുപ്പൊക്കെ നിർത്തുക. അതൊക്കെ അടുത്തൊരു ദിവസം, ബുധനാഴ്ച ദിവസത്തേക്കുള്ള, അല്ലെങ്കിൽ തിങ്കളാഴ്ച കൊടുക്കാൻ പറ്റും നോക്കുക. ചൊവ്വാഴ്ച ദിവസം അതിനൊന്നും കൊള്ളത്തില്ല. എന്നാലും ഒരു വസ്തുവൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്തെങ്കിലും പണികളൊക്കെ ആരംഭിക്കുവാൻ, അതിന് ഭൂമിയൊക്കെ ഒരുക്കുവാൻ, കൃഷിയൊക്കെ ചെയ്യുവാൻ, ഭൂമി ഒരുക്കുവാനും വീടൊക്കെ ഉണ്ടാക്കുവാൻ, ഭൂമി ഒരുക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ്. അപ്പോൾ നമുക്ക് ചൊവ്വാഴ്ചത്തെ ദിവസം എന്തെങ്കിലും മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞതുപോലെ പിണ്ടതുളി ദോഷം, വസുപഞ്ചക ദോഷം, കരിനാൾ ദോഷം, വെള്ളിനക്ഷത്ര ദോഷം, അകൽനാൾ ദോഷം എന്നീ ദോഷങ്ങളിൽ വസുപഞ്ചക ദോഷവും അകൽനാൾ ദോഷവും ചൊവ്വാഴ്ച ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്കുണ്ട്. അപ്പോൾ അതൊന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചൊന്ന് കൈകാര്യം ചെയ്തു പോയാൽ ആ ഒരു ദോഷങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞാൽ വരുന്നത് ബുധനാഴ്ചത്തെ ദിവസത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2020 ജനുവരി മാസം 29-ാം തീയതി 1195 മകരമാസം 15-ാം തീയതി, കൊല്ലവർഷം 1195 മകരമാസം 15-ാം തീയതി ബുധനാഴ്ചയാണ്. പൂരുരുട്ടാതി നക്ഷത്രമാണ്. അപ്പോൾ അന്നത്തെ ദിവസത്തെ സൂര്യ ഉദയം നമുക്ക് നോക്കാം. രാവിലെ 6 ബുധനാഴ്ചയാണ്, 6:46-നാണ് സൂര്യോദയം. 6:23 വൈകുന്നേരം 6:23-ന് സൂര്യാസ്തമയമാണ്. അപ്പോൾ അതിനകത്ത് രാഹുകാലം വരുന്നത് ഉച്ചയ്ക്ക് 12:34-നും 2:01-നും ഇടയ്ക്കാണ് ബുധനാഴ്ചത്തെ ദിവസത്തെ രാഹുകാലം വരുന്നത്. ഗുളികൻ ഉദയം വരുന്നത് 11:07-നും 12:34-നും ഇടയ്ക്ക് ഗുളികൻ ഉദയവും അസ്തമയവും വരുന്നുണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:11-നും 12:32-നും ഇടയ്ക്ക് അഭിജിത്ത് മുഹൂർത്തം വരുന്നുണ്ട്. മുഹൂർത്തം വരുന്നത് 12:36-നും 12:57-നും ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത്. അന്നത്തെ ദിവസം എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമെന്ന് പറയുന്നുണ്ട് ബുധനാഴ്ച. ചൊവ്വാഴ്ചത്തേക്ക് എല്ലാ ശുഭകർമ്മങ്ങളും നല്ലതല്ല, ഞായറാഴ്ചത്തേക്ക് നല്ലതല്ല, തിങ്കളാഴ്ചത്തേക്കും കൊള്ളാം. ഇപ്പോൾ ബുധനാഴ്ചത്തേക്കും എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശില്പകർമ്മങ്ങൾ, നമുക്ക് ക്ഷേത്രമൊക്കെ നിർമ്മിക്കുവാനുള്ള ശില്പങ്ങളൊക്കെ, ക്ഷേത്രത്തിനകത്തൊക്കെ പ്രതിഷ്ഠിക്കുവാനുള്ള ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുവാനൊക്കെ കൊടുക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ്. പിന്നെ ഒരുവിധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ശുഭകർമ്മങ്ങൾക്കും കൊള്ളാം. ദുഷ്കർമ്മ യന്ത്രങ്ങളെ, ശത്രുക്കളെ ആക്രമിക്കുക, അതായത് നേരത്തെ പറഞ്ഞതുപോലെ ഗൃഹപ്രവേശത്തിനും വസ്തു വാങ്ങുവാനും മണ്ണൊരുക്കുവാനും എല്ലാത്തിനും നല്ലൊരു ദിവസം, അഡ്വാൻസ് കൊടുക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. ഇതിനൊക്കെ പുറമേ തന്നെ പുതിയ ജോലിയിൽ പ്രവേശിക്കുവാനും പറ്റിയ, നമുക്ക് എന്തെങ്കിലും തൊഴിൽപരമായിട്ടുള്ള പഠിക്കുവാൻ, അതായത് പുതിയ പുതിയ സംരംഭങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ തൊഴിൽപരമായിട്ട് എന്തെങ്കിലും പഠിക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ്. അതേപോലെ തന്നെ പുതിയ തൊഴിലുകളിൽ പ്രവേശിക്കുവാൻ പറ്റിയ ഒരു ദിവസമാണ് ബുധനാഴ്ച ദിവസം. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ബെറ്ററാണ്, നല്ലൊരു ദിവസമാണ്. അതേപോലെ തന്നെ മരുന്ന് നിർമ്മാണം, വിദ്യാഭ്യാസം,
അറിവ്, സന്തോഷം, ഇതിനൊക്കെ നേടുവാനും അറിവൊക്കെ നേടുവാനും പറ്റിയ ഒരു ദിവസം കൂടിയാണ് ബുധനാഴ്ച ദിവസം. ബുധനാഴ്ച ദിവസം നമുക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഒന്നുകിൽ തിങ്കളാഴ്ച ചെയ്യുക, അല്ലെങ്കിൽ ബുധനാഴ്ച ചെയ്യുക. ചൊവ്വാഴ്ച കഴിയുന്നതും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ കുറച്ച് നന്നായിരിക്കും. അപ്പോൾ ബുധനാഴ്ച എന്തെങ്കിലും മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടാവും നോക്കാം. പിണ്ടതുൽ ദോഷം, വസുവഞ്ച ദോഷം, കരുനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, മകർനാൾ ദോഷം എന്നീ ദോഷങ്ങളിൽ പിണ്ടതുൽ ദോഷമുണ്ട്, വസുവഞ്ചക ദോഷമുണ്ട്, അകന്നാൾ ദോഷമുണ്ട്. ബുധനാഴ്ച ദിവസം ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ ആ നക്ഷത്രം, ഉരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആ രീതി അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ അവർക്ക് പിണ്ടനൂൽ ദോഷമുണ്ട്, വസുപഞ്ചക ദോഷമുണ്ട്, അകന്നാൾ ദോഷമുണ്ട്. അപ്പോൾ 3 ദോഷങ്ങളുണ്ട്. ശ്രദ്ധിക്കുക, വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുക. നമ്മൾ അറിവിൽ ആരെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ രീതിയിൽ കൊണ്ടുപോകാൻ അവരോട് പറയണം. കാരണം നമ്മുടെ അറിവുകൾ മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുക, അതാണ് ഏറ്റവും നല്ലത്. അല്ല നമ്മുടെ അറിവുകൾ നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന എന്താ സംഭവിക്കുക? എല്ലാവർക്കും എല്ലാം അറിയാം. ഷെയർ ചെയ്യുക. ഓരോരുത്തർക്കും നമ്മൾ എന്തറിവായിരുന്നാലും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്കും വിജയിക്കാൻ പറ്റൂ, നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർക്കും വിജയിക്കാൻ പറ്റൂ. അപ്പോൾ ബുധനാഴ്ചത്തെ ദിവസത്തെ കാര്യങ്ങൾ നമുക്ക് വ്യക്തമായി എന്ന് തോന്നുന്നു. അത് നമുക്ക് വ്യാഴാഴ്ച ദിവസത്തെക്കുറിച്ച് നോക്കാം. 2020 ജനുവരി മാസം 30-ാം തീയതി 1195 മകരമാസം 16-ാം തീയതി വ്യാഴാഴ്ചയാണ്. ഉത്രട്ടാതി നക്ഷത്രമാണ്. അപ്പം വ്യാഴാഴ്ചത്തെ കാര്യം, കൊലവർഷം 1195 മകരം 16 വ്യാഴാഴ്ച ദിവസം. അന്നത്തെ സൂര്യ ഉദയം നോക്കാം. രാവിലെ 6:46 സൂര്യോദയം, വൈകുന്നേരം 6:24 സൂര്യാസ്തമയം വരുന്നുണ്ട്. രാഹുകാലം വരുന്നത് ഉച്ചയ്ക്കാണ് 2:01 3:28 ഇടയ്ക്ക് രാഹുകാലമാണ്. ഗുളികൻ ഉദയം രാവിലെയാണ് 9:40 11:07 ഗുളികാസ്തമയമാണ്. 9:40 ഉദിക്കുന്നു, 11:07 ഗുളികൻ അസ്തമിക്കുന്നു. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് 12:11 12:33 ഇടയ്ക്കാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. അതേപോലെ തന്നെ മുഹൂർത്തം വരുന്നത് 12:37 12:58 ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത്. അപ്പോൾ അന്നത്തെ എന്തെങ്കിലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. പറ്റും എല്ലാം ബുധനും. അപ്പം ഈ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുക. തിങ്കളാഴ്ച കൊള്ളാം, ബുധനാഴ്ച കൊള്ളാം, വ്യാഴാഴ്ച കൊള്ളാം. ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ബുധനാഴ്ച വ്യാഴാഴ്ചയൊക്കെ നല്ലൊരു ദിവസമാണ്. വിവാഹത്തിനും വ്രതബന്ധങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാനും ഗൃഹപ്രവേശത്തിനും എല്ലാത്തിനും ബെറ്റർ നല്ലൊരു ദിവസം കൂടിയാണ്. എല്ലാ ശുഭകർമ്മങ്ങളും ഏറ്റവും നല്ലൊരു ദിവസമാണ്. പുതിയ ബിസിനസ് സ്ഥാപനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുക, പുതിയ എന്തെങ്കിലും മീറ്റിങ്ങിലൊക്കെ അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ അതിൻ്റെ തലപ്പത്തിരിക്കുവാനും അല്ലെങ്കിൽ അതിൻ്റെ സത്യപ്രതിജ്ഞയ്ക്കൊക്കെ പറ്റിയ ഒരു ദിവസം കൂടിയാണ്. പിന്നെ പ്രത്യേകിച്ച് ഈ ആഴ്ചയിലെ ഏറ്റവും നല്ലൊരു ദിവസമാണ് വ്യാഴാഴ്ച. ഗുരു, ജ്ഞാനം, അറിവ് എന്നിവയൊക്കെ ചേർന്നിട്ടുള്ള ഏറ്റവും നല്ലത് വ്യാഴം എന്ന് പറയുന്നത് വളരെ ഗുരുവാണ്. അതിനൊക്കെ പറ്റിയൊരു ദിവസം കൂടിയാണ്. അതിൻ്റെ ആഴ്ചയിലെ ഏറ്റവും അനുകൂല ഒരു ദിവസമാണ്. വിവാഹത്തിനൊക്കെ കൊള്ളാം. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലതാണ്. വസ്തുവൊക്കെ വാങ്ങിക്കുവാനും വിൽക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസം കൂടിയാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. പ്രത്യേകിച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തുന്നവർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോയതിന് ശേഷം തുളസിമാല ചാർത്തുവാനൊക്കെ കൊടുക്കുക, തൃക്കഴി വെണ്ണ ഒക്കെ വാങ്ങി കൊടുക്കുവാൻ പറ്റിയൊരു ദിവസമാണ്. അതേപോലെ തന്നെ ഹനുമാൻ ക്ഷേത്ര ദർശനത്തിനൊക്കെ പറ്റിയൊരു ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. വ്യാഴാഴ്ചയൊക്കെ നല്ലൊരു എന്താ പറയുക, സൂര്യ എപ്പോഴും ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് എപ്പോഴും ആ ഒരു പോസിറ്റീവ് നമുക്ക് കിട്ടണമെങ്കിൽ എപ്പോഴും അതിരാവിലെ നമുക്ക് ഉറക്കം എണീച്ചാലേ പറ്റുള്ളൂ. അല്ലാതെ സൂര്യൻ ഉദിച്ചതിന് ശേഷം ഉറക്കം എണീച്ച് കഴിഞ്ഞാൽ നമുക്കിതൊന്നും കിട്ടത്തില്ല. അപ്പോൾ അതിരാവിലെ എണീച്ച് കുളിച്ച് റെഡിയായി ക്ഷേത്ര ദർശനമൊക്കെ പോകുമ്പോൾ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്കത് എന്താ പറയുക, അത് അനുഭവിച്ചാലേ അറിയുള്ളൂ. ഏത് ആരാധനാലയത്തിൽ പോകുമ്പോൾ നമുക്ക് അനുഭവിച്ചാൽ അത്രത്തോളം പവർഫുള്ളാണ്. രാവിലെ സൂര്യ ഉദയത്തിന് മുന്നേ എണീക്കും. ഉദയത്തിന് മുന്നേ നമ്മൾ എണീക്കാൻ പറയാറുള്ള മെയിനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസം പല ആൾക്കാരും വിളിക്കാറുണ്ട്. അതിനകത്ത് പ്രത്യേകിച്ച് കൂടെ പറയുന്ന വേറെ കാര്യം കൂടെ പറയുകയാണ്. പല ആൾക്കാരും വിളിക്കാറുണ്ട്, സാർ എൻ്റെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ റിസൾട്ട് നമ്മുടെ പേപ്പർ എക്സാം കഴിയുമ്പോൾ പേപ്പറിൽ ആ റിസൾട്ട് വരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പല ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരോട് തിരിച്ചു ചോദിക്കും, നിങ്ങളുടെ പാരൻസിനോട് ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾ എത്ര മണിക്കാണ് നിങ്ങൾ പഠിച്ചിരുന്ന സമയം എപ്പോഴാണ്? അത് ഞങ്ങൾ രാവിലെയാണ് സാർ, ഞങ്ങൾ രാവിലെ എണീച്ചിരുന്ന് ഞങ്ങൾ പഠിക്കാറുണ്ട്. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെ? ഞങ്ങൾ രാത്രി പഠിക്കുക, രാവിലെയാണ് പഠിക്കാറാണ്. അപ്പോൾ കുട്ടികൾ എന്താ ചെയ്യുക, എങ്ങനെയാണ് പഠിക്കുന്നത്? അപ്പോൾ കുട്ടികൾ സാർ രാവിലെ 7:30 സ്കൂൾ ബസ് വരും. അപ്പോൾ ഞങ്ങളുടെ കുട്ടികൾ ഒരു 6:45 എണീച്ച് പെട്ടെന്ന് അവർ ഫ്രഷായി കപ്പയൊക്കെ കുടിച്ചിട്ട് അവർ സ്കൂളിൽ പോകുന്നതാണ് പതിവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളാണ് കുട്ടികളെ നശിപ്പിക്കുന്നത്.
പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തിട്ടുള്ള ആ രീതി കുട്ടികളിൽ അപ്ലൈ ചെയ്താൽ മാത്രം പോരെ. കുട്ടികളെ രാവിലെ ഒന്ന് വിളിച്ചുണർത്തി സൂര്യ ഉദയത്തിന് മുന്നേക്ക് അവരെ എണീപ്പിച്ചിരുത്തിയിട്ട് അവർ പഠിക്കുവാനും കാര്യങ്ങളൊക്കെ അവരൊന്ന് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല റിസൾട്ട് കിട്ടും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കും. നമ്മളൊന്ന് കുട്ടികളെ നശിപ്പിക്കരുത്. നിങ്ങളെന്താണോ പണ്ട് ചെയ്തത് ആ രീതി അനുസരിച്ച് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ നമ്മളിപ്പോൾ ഇത് കുട്ടികളൊക്കെ സ്കൂളിലോട്ടൊക്കെ സമയം കിട്ടുമ്പോഴായിരിക്കും ഇതൊക്കെ നോക്കും. ഇതൊക്കെ കുട്ടികൾക്ക് കൂടെ പറഞ്ഞു കൊടുക്കൂ. ഡെയിലി ഇങ്ങനെയുള്ള നല്ല സമയമുണ്ട്, ദോഷ സമയമുണ്ട്, ഓരോ ദിവസത്തെ പ്രത്യേകത, ഇന്ന നാളുകളുണ്ട്, ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. ഇന്ന ക്ഷേത്രങ്ങളിലാണ് ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, വീട്ടിൽ വിളക്ക് കത്തിക്കുമ്പോൾ രാമനാമം ജപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്, എന്തിനു വേണ്ടി വിളക്ക് കത്തിക്കുന്നു, ഇതൊക്കെ കുട്ടികൾക്ക് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം കേട്ടോ. അത് ഇതിൻ്റെ കൂടെ വന്നിട്ട് ആ വിഷയം മാറിപ്പോയത്. എന്നാലും നമുക്ക് വ്യാഴാഴ്ച ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും നല്ല ദിവസമാണ് ഗുരു ജ്ഞാനം അറിവ്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പറയുന്നത്. ജ്ഞാനവും അറിവൊക്കെ കിട്ടുവാനുള്ള ഏറ്റവും പവർഫുൾ പാറ്റേൺ ദിവസമാണ് വ്യാഴാഴ്ച ദിവസം. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ് വ്യാഴാഴ്ചത്തെ മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടാകും നമുക്ക് നോക്കാം. പിണ്ടനൂൽ ദോഷം, വസുപഞ്ചക ദോഷം, കരുനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകർനാൾ ദോഷം എന്നീ ദോഷങ്ങളിൽ പിണ്ടനൂൽ ദോഷമുണ്ട്. വ്യാഴാഴ്ച നടത്തപ്പെടുന്നവർക്ക് പിണ്ടനൂൽ ദോഷമുണ്ട്. അപ്പോൾ അത് പിണ്ടനൂൽ ദോഷമൊക്കെ രൂക്ഷമായിട്ടുള്ള ദോഷമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ദിവസത്തേക്ക് നമുക്ക് നോക്കാം. 2020 ജനുവരി മാസം 31-ാം തീയതി 1195 മകരമാസം 17-ാം തീയതി വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ചത്തെ ദിവസത്തെ നമുക്ക് നോക്കാം. രേവതി നക്ഷത്രമാണ് വെള്ളിയാഴ്ചത്തെ സൂര്യ ഉദയം രാവിലെ 6:48 സൂര്യോദയം. അതേപോലെ തന്നെ 6:24 സൂര്യാസ്തമയമാണ്. രാഹുകാലം എത്ര മണിക്കാണെന്ന് നോക്കാം. വെള്ളിയാഴ്ചത്തെ ദിവസം ഏറ്റവും നല്ലൊരു ദിവസമാണ്. ദേവീക്ഷേത്രങ്ങളിലൊക്കെ ദർശനം നടത്താൻ പറ്റിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച. ഏതായിരുന്നാലും വെള്ളിയാഴ്ചത്തെ രാഹുകാലം രാവിലെയാണ്. അതായത് 11:07-നും 12:34-നും ഇടയ്ക്ക് രാഹുകാലം, ഏകദേശം 5-ന്റെ ഇടയ്ക്ക് രാഹുകാലം വരുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറഞ്ഞുതരാം. ഗുളികൻ ഉദയം 8:13-നാണ് ഗുളികൻ ഉദിക്കുന്നത്. 9:40-ന് ഗുളികാസ്തമയം വരുന്നുണ്ട്. അപ്പോൾ അഭിജിത്ത് മുഹൂർത്തം 12:11-നും 12:33-നും ഇടയ്ക്ക്. അപ്പോൾ രാഹുകാലത്തിന് ഇടയ്ക്കാണ് അഭിജിത്ത് മുഹൂർത്തം വരുന്നത്. പക്ഷേ അതിനെക്കുറിച്ച് നമ്മളൊന്നും പറയിടാവേണ്ട പ്രശ്നമേ ഇല്ല. ഇനി രാഹുകാലമല്ല, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അഭിജിത്ത് മുഹൂർത്തത്തിൽ നമുക്ക് എന്ത് നല്ല കാര്യങ്ങൾ വേണോ നമുക്ക് ചെയ്യാം. അപ്പോൾ ആ ഒരു ദിവസം നമ്മൾ ആ ദിവസങ്ങൾക്ക് എടുത്തോളൂ. അഭിജിത്ത് മുഹൂർത്തം നമുക്ക് ചെയ്യാൻ പറ്റിയ ദിവസമാണ് കേട്ടോ. അപ്പം പിന്നെ അന്നത്തെ മുഹൂർത്തം വരുന്നത് 12:37-നും 12:58-നും ഇടയ്ക്ക്. അഭിജിത്ത് മുഹൂർത്തം ചെയ്യാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഈ രാഹുകാലം കൂടെ അല്ലേ, അതുകൊണ്ട് അപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ തൊട്ടടുത്ത് മുഹൂർത്തം നല്ലതായിട്ട് കിടപ്പുണ്ട്. 12:37-നും 12:58-നും ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത്. അന്ന് വെള്ളിയാഴ്ച ദിവസം രേവതി നക്ഷത്രമാണ്. രേവതി നക്ഷത്രത്തിന് എല്ലാ ശുഭകർമ്മങ്ങൾക്കും നല്ലൊരു ദിവസമാണ്. പ്രത്യേകിച്ച് രേവതി നക്ഷത്രം കൂടെ ഊന്നാളാണ്. അതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. വിവാഹത്തിന് പ്രഥമ ശില്പങ്ങൾ ഉണ്ടാക്കുന്ന വാസ്തുകർമ്മങ്ങൾക്കും ആഭരണങ്ങൾ ഉണ്ടാക്കുവാനും എല്ലാ ദിവസത്തിനും നല്ലൊരു, പ്രത്യേകിച്ച് നമുക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസം കൂടിയാണ് വെള്ളിയാഴ്ച ദിവസം. അതായത് സത്യപ്രതിജ്ഞയ്ക്കൊക്കെ പറ്റിയ ഒരു ദിവസമാണ്. ഐക്യത്തിൻ്റെയും പൂർണ്ണതയുടെ ഒക്കെ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ദേവീക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തുവാൻ പറ്റിയൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പിന്നെ ഞാൻ ശനിദോഷത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഈ വെള്ളിയാഴ്ച ദിവസം രാത്രി കിടക്കുന്ന സമയത്ത് എള്ള് കിഴി തലയിലൊക്കെ തലയുടെ അടിയിൽ വെച്ച് കിടന്നുറങ്ങാൻ പറ്റിയ ദിവസമാണ്. ശനിയാഴ്ച ദിവസം അതെടുത്ത് പ്രോസസ് ചെയ്യാണ്ട്, കാരണം ചോറൊക്കെ ഉണ്ടാക്കിയാണ്ട് മിസ് ചെയ്ത് കാക്കയ്ക്ക് കൊടുക്കാറുണ്ട്. പല ആൾക്കാരും വിളിച്ച് പറഞ്ഞിട്ട് സാറേ ഞാൻ കാക്കയ്ക്ക് വെച്ചു, പക്ഷേ കാക്ക വന്നിട്ട് ഇന്നൊരു നല്ല രസകരമായിട്ടുള്ള ഒരാൾ വിളിച്ച് പറഞ്ഞാൽ സാർ ഞാൻ കാക്കയ്ക്ക് വെച്ചു, കാക്ക വന്നിരുന്ന് അത് ഞാൻ കിഴക്കോട്ട്, ഇലയുടെ തുമ്പ് കിഴക്കോട്ട് തിരിച്ചാണ് വെച്ചിരുന്നത്. കാക്ക വന്ന് ആ തുമ്പിനെ പിടിച്ച് തെക്കോട്ട് തിരിച്ചു വെച്ചു. സാറേ പ്രശ്നം വല്ല ഉണ്ടാവും. നമ്മൾ വെച്ചു, കാക്ക എടുത്തു പോയി. അപ്പോൾ അത് ചെയ്യുക. ശനിദോഷത്തിൻ്റെ കുറേ കാര്യങ്ങൾ മാറുവാനല്ലേ ചെയ്തത്. ഇനി കാക്ക വന്ന് എടുത്തോ, അല്ലെങ്കിൽ കാക്ക കുത്തിയെടുത്തോ, അല്ലെങ്കിൽ കാക്ക എത്ര എണ്ണം കഴിച്ചു, എത്ര കാക്ക വന്നു, അതിനൊന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. വെളിയിൽ നിന്ന് ഒരാൾ വിളിച്ചിരുന്നു, സാറേ ഞങ്ങളത് ചെയ്തു, അവിടെ കാക്കകളില്ല പക്ഷികളെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ, പക്ഷികൾ കഴിച്ചോട്ടെ, നമുക്ക് ആ പക്ഷികൾക്ക് കൊടുത്തല്ലോ, സമാധാനപ്പെടും. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു പോസിറ്റീവ് എഫക്റ്റാണ് വേണ്ടത്. നമ്മൾ തൃപ്തിയായി കഴിഞ്ഞാൽ നമ്മളുടെ ഞാൻ പിതൃക്കൾ കൊടുത്തു, ഹാപ്പിയായി, തൃപ്തിയായി, പിതൃക്കളും തൃപ്തിയായി, ഓക്കെ അവർ പിതൃക്കളും തൃപ്തിയാവും. അപ്പോൾ അത് രീതിയിലൊന്ന് നോക്കാം. ഏതായിരുന്നാലും വെള്ളിയാഴ്ച ദിവസം ഏറ്റവും ഉത്തമമാണ്. ദുർഗാദേവി ക്ഷേത്ര ദർശനം, ഭദ്രകാളി ക്ഷേത്ര ദർശനമൊക്കെ നല്ലൊരു ദിവസവും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ ക്ഷേത്ര ദർശനമൊക്കെ നടത്തുക. രാവിലെ സൂര്യോദയത്തിനൊക്കെ മുന്നേ എണീച്ചിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയ ഏറ്റവും നല്ലൊരു ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം മൃത്യുദോഷം എന്തെങ്കിലും ഉണ്ടാകുന്ന നോക്കാം. പിണ്ടനൂൽ ദോഷം, വസുപഞ്ചക ദോഷം, കരുനാൾ ദോഷം, ബലിനക്ഷത്ര ദോഷം, അകർനാൾ ദോഷം എന്നീ ദോഷങ്ങളിൽ വസുപഞ്ചക ദോഷമുണ്ട്. വെള്ളിയാഴ്ച മരണപ്പെടുന്നതിന് വസുപഞ്ചക ദോഷമുണ്ട്. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചു കൊള്ളുക. വെള്ളിയാഴ്ച, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച കരുനാൾ ദോഷം പല ആൾക്കാരും നോക്കാറുണ്ട്. വെള്ളിയാഴ്ച മരണപ്പെട്ടു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അന്നത്തെ മരണപ്പെടുകയും വസുപഞ്ചക ദോഷമുണ്ട്. അപ്പം നമുക്ക് അടുത്ത ദിവസം നമുക്ക് നോക്കാം.
2020 ഫെബ്രുവരി മാസം 1-ാം തീയതി 1195 മകരമാസം 18-ാം തീയതി ശനിയാഴ്ചയാണ്. അശ്വതി നക്ഷത്രം കൂടിയാണ്. അപ്പോൾ പുതിയൊരു നാളിൻ്റെ തുടക്കവും ആ ഒരു മാസത്തിൻ്റെ തുടക്കവും ഒക്കെ ഒരു ദിവസം വരുന്നുണ്ട്. ചില പ്രാവശ്യങ്ങളൊക്കെ അങ്ങനെ കിട്ടുള്ളൂ. ഏതായിരുന്നാലും അശ്വതി നക്ഷത്രമാണ്. അപ്പോൾ ശനിയാഴ്ചത്തെ ദിവസത്തെ നമുക്ക് ഈ സൂര്യ ഉദയം നമുക്ക് നോക്കാം. രാവിലെ 6:46 സൂര്യ ഉദയമാണ്. അതേപോലെ തന്നെ 6:24 സൂര്യാസ്തമയം വൈകുന്നേരം. അന്ന് രാഹുകാലം നമുക്ക് നോക്കാം. രാവിലെ 9:40 11:07 ഇടയ്ക്കാണ് രാഹുകാലം വരുന്നത്. ഗുളികൻ ഉദയം വരുന്നത് 6:46 8:13 ഇടയ്ക്കാണ് ഗുളിക ഉദയം. അതായത് സൂര്യ ഉദയത്തിൻ്റെ കൂടെ തന്നെ ഗുളികൻ ഉദിക്കുന്നുണ്ട് ശനിയാഴ്ച ദിവസം കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 8:13 വരെ ഉണ്ട് ഗുളികൻ്റെ അസ്തമയമൊക്കെ വരുന്നത് 8:13 അഭിജിത് മുഹൂർത്തം ഉച്ചയ്ക്ക് 12:11 12:33 ഇടയ്ക്കാണ് അഭിജിത് മുഹൂർത്തം വരുന്നത്. മുഹൂർത്തം വരുന്നത് 12:37 12:58 ഇടയ്ക്കാണ് മുഹൂർത്തം വരുന്നത്. അന്നത്തെ ദിവസം അശ്വതി നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമാണെന്നാണ് പറയുന്നത്. അശ്വതി നക്ഷത്രത്തെ കുറിച്ച് നോക്കും. യാത്രയ്ക്ക് നല്ലതാണ്, ഔഷധ സേവയ്ക്ക് നല്ലതാണ്, ആ പുതിയ പുതിയ ആഭരണങ്ങൾ ഉണ്ടാക്കുവാൻ നല്ലതാണ്, വിദ്യാരംഭത്തിന് നല്ലതാണ്, ശില്പകലാഭ്യാസം ശില്പങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ പഠിക്കുവാൻ നല്ലൊരു ദിവസമാണ്. എന്ത് പറയാം, എല്ലാ കാര്യങ്ങൾക്കും ഉത്തമമായിട്ടുള്ള ദിവസമാണ് ഈ വരുന്ന ശനിയാഴ്ച. ഫെബ്രുവരി മാസം 1-ാം തീയതി ശനിയാഴ്ച പവർഫുൾ ബെറ്റർ. പുതിയ ഗൃഹപ്രവേശത്തിനും ആ വസ്തു വാങ്ങുവാനും അഡ്വാൻസ് കൊടുക്കുവാനും എല്ലാത്തിനും പറ്റിയൊരു ദിവസമാണ്. വിവാഹത്തിന് പറ്റിയ ഒരു ദിവസം കൂടിയാണ്. അന്ന് വിവാഹത്തിന് വരെ നല്ലൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. എപ്പോഴും ഞാൻ ശനിയാഴ്ചയെക്കുറിച്ച് പറയുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമുക്കെപ്പോഴും വ്രതം ഒക്കെ ആരംഭിക്കുവാനും പുതിയ എന്താ പറയുക മെഡിറ്റേഷനൊക്കെ ആരംഭിക്കുവാനൊക്കെ പറ്റിയ ഒരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. ആരോഗ്യ സംരക്ഷണത്തിന് പറ്റിയൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. പറ്റിയ റെസ്റ്റ് എടുക്കാൻ പറ്റിയൊരു ദിവസമാണ് ശനിയാഴ്ച. ശനിയാഴ്ച മൗനവ്രതമൊക്കെ എടുക്കുന്ന ഏറ്റവും നല്ലത്. മൗനവ്രതം ഒന്നും ഇപ്പോഴത്തെ കാലത്ത് ആർക്കും എടുക്കാൻ പറ്റില്ല. കാരണം 1 മണിക്കൂർ ആരുടെ ഉണ്ടായിരുന്നാൽ തന്നെ ബുദ്ധിമുട്ടാകും അല്ലേ. ഫോണൊക്കെ അടുത്തില്ലെങ്കിൽ പിന്നെ തീർന്നു. ഇപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഒരു ദിവസം 2 ദിവസമൊക്കെ ഫോൺ മാറ്റി വെച്ചിട്ടൊന്ന് നോക്കി ഒരു ഭാഗം തകർന്നു പോയതില്ല എഫക്റ്റ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ എല്ലാ ഫോണിൽ കൂടെ അല്ലേ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പം അതുകൊണ്ട് ശനിയാഴ്ച ദിവസം അങ്ങനെയൊക്കെ ഒന്ന് മൗനവ്രതമൊക്കെ ഒന്ന് എടുത്ത് നോക്കൂ, ഒരു പവർഫുള്ളാണ്. പിന്നെ വെള്ളിയാഴ്ച ദിവസം തലയൊക്കെ വച്ചിരിക്കുന്ന എള്ള് കിഴിയൊക്കെ എടുത്ത് രാവിലെ ചോറൊക്കെ ഉണ്ടാക്കി കാക്കി കുടിക്കാൻ പറ്റിയ ദിവസമാണ് ശനിയാഴ്ച ദിവസം. ക്ഷേത്ര ദർശനത്തിന്, അയ്യപ്പ ക്ഷേത്ര ദർശനത്തിന്, ശാസ്താ ക്ഷേത്ര ദർശനത്തിനൊക്കെ പറ്റിയൊരു ദിവസമാണ്. ശാസ്താവിൻ്റെ മുന്നിൽ നീരാഞ്ജനമൊക്കെ കത്തിക്കാൻ പറ്റിയൊരു ദിവസമാണ്. അതേപോലെ തന്നെ വീട്ടിൽ ചട്ടിവിളക്ക് ചട്ടിക്കകത്ത് എള്ള് കിഴി കെട്ടിയിട്ട് വയ്ക്കാൻ പറ്റുന്ന ചട്ടിവിളക്ക് എന്ന് പറയുമ്പോൾ തമിഴ്നാട്ടിൽ ക്ഷേത്രങ്ങളിലൊക്കെ ചട്ടിവിളക്ക് അതിനകത്ത് ഉമ്മിയൊക്കെ വെച്ചാണ് കത്തിക്കുന്നത്. അതല്ല, ഇത് എള്ള് കിഴി വെച്ച് കത്തിക്കുക. വീടുകളിൽ കത്തിക്കാൻ പറ്റിയ ഒരു ശനിയാഴ്ച ദിവസം. നല്ല അയണിൻ്റെ കണ്ടന്റ് വീടിനകത്തൊക്കെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് എപ്പോഴും ഉണ്ടാവും. അതേപോലെ നീരാഞ്ജനം വീട്ടിൽ കത്തിക്കാൻ പറ്റിയൊരു ദിവസമാണ്. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ പോയിട്ട് ശനീശ്വരന് വേണ്ടി യഥാവിധി കർമ്മങ്ങളൊക്കെ ചെയ്ത് ശനിദോഷമൊക്കെ മാറ്റാൻ പറ്റിയ ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഏതായിരുന്നാലും ഈ ഒരാഴ്ച നിങ്ങൾക്ക് നല്ല രീതിയിൽ പോട്ടെ. ശനിയാഴ്ചത്തേക്ക് നമുക്ക് പ്രതിദോഷം കൂടെ ഉണ്ടാകാൻ നോക്കാം. പക്ഷെ അന്ന് അശ്വതി നക്ഷത്രം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിണ്ടനൂർ ദോഷം, വസുപഞ്ച ദോഷം, കരിനാർ ദോഷം, വെള്ളി നക്ഷത്ര ദോഷം, മകർനാർ ദോഷം എന്നീ 5 ദോഷങ്ങളിൽ ശനിയാഴ്ച ആരെങ്കിലും മരണപ്പെടുമെങ്കിൽ ഒരു ദോഷമില്ല. അത്രയും പവർഫുള്ളായിട്ടുള്ളൊരു ദിവസമാണ് ശനിയാഴ്ച ദിവസം. ഏതായിരുന്നാലും ഈ ആഴ്ച നിങ്ങൾക്ക് എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വീണ്ടും അടുത്ത ഞായറാഴ്ച വീണ്ടും കാണാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മണി ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. പിന്നെ എന്നെ നേരിട്ട് കാണണമെങ്കിൽ വെഞ്ഞാറമൂട് എലഞ്ഞിക്കാവ് ചാമുണ്ഡി ദേവി കുബേരക്ഷേത്രത്തിലെ ഞായർ, ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ ഞാനുണ്ടാവും. കേരളത്തിലെ ആദ്യത്തെ കുബേരക്ഷേത്രമാണ്. എന്നെ നേരത്തെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വേണം വരാൻ. പിന്നെ തൃശ്ശൂർ ഓഫീസിൻ്റെ കാര്യങ്ങൾ കുറേ കാലം കൊണ്ട് പറയുന്നു. എന്തായാലും ഈ ആഴ്ച സ്റ്റാർട്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാണ് ഉണ്ട്. എന്നാലും ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ ഇടാം. കൊട്ടാരക്കര ഭാഗത്തോട്ടല്ലേ കൊല്ലം ഭാഗത്തോട്ടല്ല ആരെങ്കിലും കാണാനുണ്ടെങ്കിൽ കൊട്ടാരക്കര ഞാനുണ്ടാവും. അത് നേരത്തെ വിളിച്ചൊന്ന് ബുക്ക് ചെയ്യുക. ബുക്ക് ചെയ്തിട്ട് വരിക. ഈ വരുമ്പോൾ നേരത്തെ എനിക്ക് ഡേറ്റ് ഓഫ് ബർത്തൊക്കെ തന്നു കഴിഞ്ഞാൽ എനിക്ക് വിശദമായിട്ട് നോക്കിയിട്ട് പറയാൻ പറ്റും. മെയിനായിട്ട് വീടിൻ്റെ വാസ്തുവിൻ്റെ ദോഷം
പ്രശ്നപരിഹാരം ചെയ്യുന്നതാണ് ഇത് ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് അടുത്തൊരു എപ്പിസോഡ് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു മനുഷ്യൻ്റെ ഭാഗ്യങ്ങളെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ചെയ്യാം. ഒരു മനുഷ്യന് 3 ടൈപ്പ് ഭാഗ്യങ്ങളാണുള്ളത്. ഈശ്വരഭാഗ്യം, വ്യക്തിഭാഗ്യം, ഭൂമിഭാഗ്യം. ഈ 3 ടൈപ്പ് ഭാഗ്യങ്ങളുണ്ട്. ഈ 3 ഭാഗ്യങ്ങളും നമുക്ക് എങ്ങനെ കിട്ടാം, എങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടും എന്നതിനെ കുറിച്ചൊക്കെ ഒരു വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഈ ആഴ്ച, നിങ്ങളുടെ നാളെ എന്നുള്ള കൊടുത്തു, മറ്റന്നാളും കൊടുത്തു. ഇപ്പോൾ കുറച്ച് സമയം, ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് സമയം വേണ്ടേ. ഇപ്പം നിങ്ങളുടെ ഈ ഒരാഴ്ച എന്നുള്ള പ്രോഗ്രാം ഞങ്ങൾ ഇടുകയാണ്. അതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതിന് കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിക്കുക. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്യണമെങ്കിൽ എൻ്റെ യഥാവിധി പൂജാ വിധികളൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ പ്രസൻസിലാണ് ചെയ്ത് കൊടുക്കുന്നത്, ഞാനല്ല ചെയ്യുന്നത്, എൻ്റെ പ്രസൻസിൽ ചെയ്ത് കൊടുക്കും. കാരണം നമുക്ക് പല ആൾക്കാരും നോക്കും ഓരോ ദോഷങ്ങൾ വീട്ടിലുണ്ട്. നമുക്കിപ്പം ഓരോ അസുഖത്തിനും ഓരോ മെഡിസിനാണ് കഴിക്കേണ്ടത്. അപ്പോൾ എന്താണോ നമ്മുടെ ദോഷം, പല വീടുകളിൽ ചെല്ലുമ്പോഴുള്ള ദോഷങ്ങളുണ്ട്. എന്താണോ നമ്മുടെ ദോഷം, ആ ദോഷത്തിനുള്ള പൂജകൾ വീട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് പരിഹാരം കിട്ടത്തുള്ളൂ. എല്ലായിടത്തും കോമൺ ആയിട്ടൊരു പൂജയുടെ ആവശ്യമില്ല. നമ്മുടെ തലനാരിയുടെ കീഴിൽ പരിശീലനം ഞാനൊക്കെ ഒരു വീട് പോയി നോക്കുമ്പോൾ ആ വീട്ടിലെ ഏറ്റവും സകല കാര്യങ്ങളും ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യുള്ളൂ. അതല്ലാതെ നമുക്കൊരു വീട്ടിനകത്ത് നമുക്കൊരു പിതൃദോഷം, കോമൺ ഫാക്റ്റ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി മാത്രം ഇത് പറയുന്നത്. നമ്മുടെ വീട്ടിനകത്ത് പിതൃദോഷമുണ്ട്. പിതൃദോഷം എന്ന് പറയുമ്പോൾ നമ്മൾ കർമ്മങ്ങൾ ചെയ്യാതെ കണ്ടു പോകുമ്പോൾ ഉണ്ടാകുന്നൊരു നെഗറ്റീവ് വൈബ്രേഷൻ, പിതൃദോഷം നമുക്കുണ്ട്. ഈ പിതൃദോഷം തീരുവാൻ ക്ഷേത്രങ്ങളിലോ മറ്റെവിടെയെടുത്തും കൊണ്ട് ഈ പൂജ ചെയ്തിട്ടൊന്നും നമുക്ക് ഫലം ഉണ്ടാവില്ല. കാരണം എപ്പോഴും ക്ഷേത്രങ്ങളിലും അല്ലെങ്കിൽ ഒരു ജ്യോതിഷാലയത്തിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഓൾറെഡി അവരോട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. നമ്മുടെ വീട്ടിലുള്ള പിതൃദോഷം മാറി നമ്മൾ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ മാത്രമേ അവിടെ ചെല്ലുള്ളൂ. നമ്മുടെ കൂടെ പിതൃക്കളൊക്കെ മാറി നിൽക്കുക, അത് ആവശ്യം കിട്ടത്തില്ല. നമ്മുടെ വീട്ടിൽ കുറേ വേസ്റ്റ് ഇരിപ്പുണ്ടെന്ന് വെച്ചോളൂ. ആ വേസ്റ്റ് കളയുവാൻ ക്ഷേത്രങ്ങളിലൊന്നും കൊണ്ടുവന്ന് വേസ്റ്റ് പിന്നെ വെച്ചാൽ പോകത്തില്ല. നിങ്ങളുടെ വീട്ടിൽ വച്ച് ചെയ്യേണ്ട കർമ്മങ്ങൾ വീട്ടിൽ വച്ച് തന്നെ ചെയ്യണം. അതിപ്പോൾ ഒത്തിരി ആൾക്കാർ ഇതിനെക്കുറിച്ച് വിപരീതമായിട്ട് പറയും. ഞാൻ ഒന്ന് കോമൺ ഫാക്ട്, നിങ്ങളത് ചിന്തിക്കും. നിങ്ങളുടെ വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ പ്രശ്നപരിഹാരം ചെയ്യണം. വീടിൻ്റെ എനർജി ലെവൽ കറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം നിങ്ങളുടെ വീട്ടിൽ മറ്റെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പൂജാവിധികളിലൂടെ അത് മാറ്റിയെടുക്കണം. നിങ്ങൾ ആരെ കൊണ്ട് പൂജ ചെയ്യിപ്പിച്ചാലും നിങ്ങളുടെ പ്രശ്നം മാറി എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. എന്നതിന് ശേഷം മാത്രമേ ആ പൂജ തീർക്കാൻ പറ്റത്തുള്ളൂ. വെറുതെ ചെന്ന് പൂജ ചെയ്തിട്ടൊന്നും കഥയൊന്നുമില്ല. എന്തായിരുന്നാലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുക. അടുത്ത ഞായറാഴ്ച